Good afternoon everyone, this is your captain speaking from Bridge. For your information, there is a very good happy news. ADM Jose Jacob has been promoted as master. So I request all crew to come to Bridge to congratulate him and participate in the ceremony. Thank you. കുറേ നാളിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ കപ്പലിൻ്റെ ക്യാപ്റ്റനാകാനുള്ള സമയം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കപ്പലിൻ്റെ ഔദ്യോഗിക ബുക്കിൽ കുറേ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. തുറമുഖത്ത് കപ്പൽ സുരക്ഷിതമായിരിക്കുന്ന സമയത്ത് കപ്പലിൻ്റെ ഉത്തരവാദിത്വം, അതായത് കമാൻഡ് എനിക്ക് കൈമാറുകയാണെന്നുള്ള കാര്യമാണ് അവിടെ എഴുതുന്നത്. ആ സമയത്തെ കപ്പലിൻ്റെ ഫ്യൂൽ ഓയിലിൻ്റെ അളവും മറ്റേ പൈസയും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ രേഖപ്പെടുത്തി രണ്ടുപേരും ഒപ്പിടേണ്ടതുണ്ട്. അതോടുകൂടി കപ്പലിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എന്നിലേക്ക് കൈമാറുകയാണ്. അപ്പോൾ അങ്ങനെ ആ സാമ്രാജ്യത്തിൻ്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും മൊത്തം എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് അപ്ലെറ്റ്സ് മാറുന്ന ഒരു സെറിമണി, ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുവാനായിട്ട് കപ്പലിൻ്റെ സ്റ്റാഫിനെയൊക്കെ കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ സാർ നടത്തിയൊരു അനൗൺസ്മെൻ്റ് ആണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളെല്ലാവരും കേട്ടത്. ചീഫ് ഓഫീസർ ആയിരുന്ന സമയത്ത് തോളിലുള്ള 3 സ്ട്രൈപ്സ്, അതായത് 3 വരെയുള്ള ആ അപ്ലൈറ്റ്സ് മാറ്റി ഇനി ക്യാപ്റ്റൻ്റെ 4 സ്ട്രൈപ്പുള്ള, അതായത് 4 വരെയുള്ള അപ്ലൈറ്റ്സ് ആണ് അണിയേണ്ടത്. വലതുവശത്തത് ക്യാപ്റ്റൻ സാർ മാറ്റിയപ്പം ഇടതുവശത്തത് ചീഫ് എഞ്ചിനീയറാണ് മാറ്റി തന്നത്. അങ്ങനെ ഞാൻ കപ്പലിലെ ക്യാപ്റ്റനായി. ദൈവത്തിനും മറ്റുള്ളവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു സന്തോഷ സൂചകമായിട്ട് എല്ലാവർക്കും കേക്കും കോക്കുമാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെ വൈകുന്നേരത്തെ ഡിന്നർ ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റൻ സാറൊക്കെ സൈൻ ഓഫ് ചെയ്ത് പോവുകയാണ്. അപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റ് പല ക്രൂ മെമ്പേഴ്സിൻ്റെയും സൈൻ ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ചേഞ്ച് ചെയ്ത് ലഗേജൊക്കെ ആയിട്ട് അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വണ്ടിയെ ലക്ഷ്യമാക്കി പയ്യെ പോവുകയാണ്. അപ്പോഴത്തേക്ക് നല്ലൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ രാത്രിയോടുകൂടി പഴയ ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി. അപ്പോൾ ശരിയെന്നാ, ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ശരിയാണ്, ഓക്കെ, താങ്ക് യു. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും കണ്ടെയ്നർ ലോഡിങ് ഡിസ്ചാർജിങ് എല്ലാം കഴിഞ്ഞ് കപ്പൽ തുറമുഖത്തു നിന്ന് പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളായി. ടഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കപ്പലിലേക്ക് പൈലറ്റ് ഒരു ചെറിയ ബോട്ടിൽ വന്ന് കപ്പലിൽ കയറി കയറുകളെല്ലാം അഴിച്ചതിന് ശേഷം ടഗിൻ്റെ സഹായത്തോടെ കപ്പലിനെ തുറമുഖത്തു നിന്ന് വലിച്ച് ക്ലിയറാക്കി വെക്കുവാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഈ തുറമുഖം വിട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ കപ്പൽ തുറമുഖത്തു നിന്ന് മാറിയ ഉടനെ തന്നെ ടഗിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുന്നിലത്തെയും പുറകിലത്തെയും ടഗിൻ്റെ കയറഴിച്ചു വിട്ടതോടുകൂടി അവരവിടെ നിന്ന് പോയി. ഉടനെ തന്നെ പൈലറ്റും ഒരു ബോട്ടിലിൻ്റെ സഹായത്തോടെ ലാഡർ വഴി കപ്പലിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് കപ്പലിൻ്റെ ക്യാപ്റ്റനാണ് സേഫായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകുന്ന ആ ഒരു വഴിയൊക്കെ വളരെ ഇടുങ്ങിയതാണ്. കാരണം ഇടതുവശത്തും വലതുവശത്തൊക്കെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കപ്പലിൻ്റെ അടിയിടിക്കും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് പുറത്തേക്ക് അങ്ങനെ കപ്പൽ പോവുകയാണ്. അടുത്തതായിട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമായ സിംഗപ്പൂർ എന്ന ഒരു പോർട്ടിലേക്കാണ് കപ്പൽ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളോടുകൂടിയ ഒരു യാത്രയുടെ തുടക്കം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.